ആഫ്രിക്കൻ വൻകരയിലെ ഒരു കാലത്തെ ഏറ്റവും വലിയ രാജ്യമായിരുന്ന സുഡാനിന് സംഭവിച്ച തകർച്ചയെക്കുറിച്ചാണ്. 2011 വരെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു സുഡാൻ. എന്നാൽ 1983 മുതൽക്ക് തന്നെ സുഡാനിൽ പ്രശ്നങ്ങൾ തലപൊക്കിയിരുന്നു. ഇതിന്റെ പ്രധാന കാരണം വടക്കൻ സുഡാനും തെക്കൻ സുഡാനും എന്ന രീതിയിൽ സുഡാൻ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭൂമിശാസ്ത്രപരമായല്ല, മതാടിസ്ഥാനത്തിലും. വടക്കൻ സുഡാനിൽ കൂടുതലായും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളും തെക്കൻ സുഡാനിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിരുന്നു. ഇവർ തമ്മിലുള്ള ആഭ്യന്തര കലാപമായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. മാത്രമല്ല, സുഡാന്റെ തലസ്ഥാനം ഖർത്തൂം ആയിരുന്നു. ഖർത്തൂം വടക്കൻ സുഡാനിലാണ്. അതിനാൽ തന്നെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വടക്കൻ സുഡാൻ കേന്ദ്രീകരിച്ചായിരുന്നു. ഇതിനാൽ തന്നെ തെക്കൻ സുഡാൻകാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും അവർ ഹിതപരിശോധന നടത്തി പീസ് എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് 2011 ഒരു സ്വതന്ത്ര രാജ്യമാവുകയും ചെയ്തു. ഇങ്ങനെയാണ് വലിയ രാജ്യമെന്ന പദവി സുഡാനിന് നഷ്ടമായത്. സ്വർണവും ഓയിലും എല്ലാമുള്ള സമ്പന്ന രാജ്യമായിരുന്ന സുഡാനിൽ ആഭ്യന്തര കലാപം നിലകൊണ്ടുകൊണ്ടേയിരിക്കുന്നു.